ബഹുമാനായ ടി കെ നായർ സാർ അവർ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രൻ സാർ, നിഖില ആർ നായരുടെ രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പ്രസംഗത്തിന് കാത്തിരിക്കാൻ എല്ലാ ആളുകളും എത്തിച്ചേർന്നെന്ന് അറിയാം. വളരെ ഗംഭീരമായ വടംവലിയുടെ സെമി ഫൈനലും ഫൈനലും കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ യോഗമെന്ന് അഭിപ്രായമുള്ളവരാണ് ഇവിടെ നിൽക്കുന്നതെന്നും അറിയാം. അതുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല. അതിനിടയ്ക്ക് സന്ദർഭവശാൽ ഇങ്ങനെ യോഗം സംഘടിപ്പിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും പ്രക്കാലത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അനുമോദന യോഗം ഇന്നിവിടെ നടത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ പൗരാവലി സംഘടിപ്പിച്ച ഈ മഹത്തായ ആഘോഷ പരിപാടിയാണ്. ഈ ആഘോഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിലെല്ലാ ക്ലബുകളും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ട്. നമ്മളൊക്കെ സംബന്ധിക്കാറുണ്ട്, പരിപാടികൾ ആസ്വദിക്കാറുണ്ട്, പങ്കാളികളാകാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മള് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷം എന്ന് പറയാറില്ലേ, എന്ന് പറയുന്ന പോലെ ഇതൊരു സംയുക്ത ഓണാഘോഷ പരിപാടിയാണ്. എല്ലാവരും പങ്കെടുക്കുന്ന, എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടത്താൻ തക്കവണ്ണമുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ആലോചന ഈ പൗരാവലിയുടെ അതിന് നേതൃത്വം കൊടുത്ത, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, ഈ ആളുകൾക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ നാട്ടിലുള്ളവർക്കറിയാം. ഇതിന് നേതൃത്വം കൊടുത്ത ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച, അഹോരാത്രം അതിനുവേണ്ടി എത്തിച്ച ആളുകൾ, അവരുടെ ദീർഘവീക്ഷണത്തെ അങ്ങേയറ്റം അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ യോഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് തീർച്ചയായും നിഖില ആർ നായരെ അനുമോദിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. നമ്മുടെ നാടിന്റെ അഭിമാനം എന്ന് മാത്രമല്ല, ജില്ലയുടെ അഭിമാനം, ഇനി അതല്ല നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, അങ്ങനെ ഒരു അഭിമാനത്തിന് അർഹയായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ആളിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്ര അതിനെ പ്രകീർത്തിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ അക്കാര്യത്തിൽ കിടക്കുന്നില്ല. എന്തായാലും കുമാരി നിഖില ആർ നായരെ ഒരു ഏറ്റവും നല്ല ഒരു ഡോക്ടറായി, ഏറ്റവും നല്ല കേരളത്തിലെ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ഒരു ബഹുമതിയിലേക്ക് എത്തിച്ചേരട്ടെ തന്റെ പന്താവിൽ എന്ന് അനുമോദിക്കുന്നു. ഈ പ്രത്യേകമായി രക്ഷകർത്താക്കളെ അനുമോദിക്കുന്നു. പങ്കെടുത്ത ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് ആധ്യക്ഷം വഹിക്കുന്ന 5ാം വാർഡ് മെമ്പർ ശ്രീമതി ഷീജി തോമസ്, അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള തേജസ് കെ പുതുമല അവർ, മറ്റ് ഈ വേദിയിൽ ഭീഷണിയുള്ള മാന്യ വ്യക്തികളെ ഏതെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന കാരണം എനിക്കറിയാം, എന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നത് അത്യന്തം ആവേശകരമായ വടംവലിയുടെ ബാക്കി കാണുന്നതിന് വേണ്ടിയാണ്. എങ്കിൽ പോലും എനിക്ക് സൂചിപ്പിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രകാരം എന്ന് പറയുന്ന ഈ മനോഹരമായ ദേശം എല്ലാവരും സമഭാവനകൾ കാണുന്ന മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള നമ്മുടെ സ്നേഹസംബന്ധമായ ഈ നാട്ടില് ഈ തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ച നമ്മളെല്ലാവരും അതിൽ ഭാഗമായി ആളുകളാണ് സാധിച്ചത്. അങ്ങേറ്റം സന്തോഷമുണ്ട്. അതിനോടൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് എല്ലാവർക്കും ഒരായിരം ഓണാശംസകൾ ഇപ്പൊ കേരളത്ത് വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുവെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ട് യാതൊരുവിധമായ പ്രശ്നങ്ങളുമില്ലാതെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ ഈ പരിപാടികൾ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു. നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ് സ്നേഹസമ്പന്നമായ നമ്മുടെ നാട്ടിലെ ഈ ഒരു അന്തരീക്ഷം. യാതൊരു കാരണവശാലും നമുക്ക് എല്ലാ കാലവും ഇതേ രീതിയിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട ദേശവാസികൾ എല്ലാവരും തയ്യാറാവാം. അങ്ങനെ വരുന്ന പക്ഷേ എല്ലാ കാലവും നമ്മുടെ ദേശത്ത് ഓണം ആഘോഷിക്കുവാൻ സാധിക്കും. ഈ കൂട്ടായ്മ നാളെയും എന്നും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ആശംസിക്കും. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജ്യത്തിന്റെ മകള് നിങ്ങളാറ് നമ്മുടെ മികച്ച നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിലെ യൂണിവേഴ്സിന് ഏറ്റവും മികച്ച റാങ്കോടുകൂടി അഡ്മിഷൻ നേടപ്പെടും. തീർച്ചയായിട്ടും എന്താണെന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുകയില്ല. വളരെ അർത്ഥമുള്ള ഭാവത്തോടുകൂടി തന്റെ ജോലി അങ്ങേറ്റം ഭംഗിയായിട്ട് നിർവഹിച്ച കുമാരി നിഖില ആർ നായർക്ക് ഞാൻ കൂടുതൽ ആശംസകളല്ല, എന്നെ ഹൃദയമായ 100 ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം
ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ കാര്യം നമ്മൾ ശ്രമിക്കണം. ഞാൻ വീട്ടിൽ പോകുന്നില്ല, ഒരിക്കലും ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല. മൂന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിലെ കൂട്ടായ്മ സന്ദേശം, മലയാളത്തിൽ സന്ദേശം, ഓണത്തിൽ സന്ദേശം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ടി എ രാജേന്ദ്രൻ അവരുടെ ആശംസയ്ക്കായി ക്ഷണിച്ചു. ആദരണീയായ യോഗ അധ്യക്ഷ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, വിശിഷ്യ ഈ ഗ്രാമത്തിൻ്റെ എന്നല്ല ഈ വേദിയുടെ അലങ്കാരമായ നിഖില ആർ നായർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രക്കാനം പോലെയുള്ള ഒരു ഗ്രാമത്തിൽ മാത്രമേ ഇതുപോലെ ഉള്ള ഒരു ഒത്തുചേരൽ ഉണ്ടാകുകയുള്ളൂ. ഇത്തരുണത്തിൽ പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന വിദേശ മലയാളികൾക്ക് പോലും ഈ നാടിൻ്റെ ഓണാഘോഷത്തെ ദർശിക്കുവാൻ അവസരം ഉണ്ടാകുന്ന തരത്തിൽ ഈ നാട്ടിലെ പൗരാവലി ഒത്തുകൂടിയത് വളരെ ശ്ലാഘനീയമായ ഒന്നാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ ഓണ വിശേഷത്തോടൊപ്പം തന്നെ ഈ പുതുവർഷത്തിൽ, മലയാളികളുടെ മഹത്തായ പുതുവർഷത്തിൽ, പ്രക്കാനം നിവാസികളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മഹാപ്രതിഭയെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ സഹോദരിയുടെ, ഈ കുഞ്ഞിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ തീക്ഷ്ണമായി പ്രവർത്തിച്ച മാതാപിതാക്കളെയാണ് ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. നമ്മുടെ പ്രദേശത്ത് ഇതുപോലെയുള്ള പുതിയ പുതിയ തലമുറകൾ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നെയ്യോട് ചേർത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒന്നായി നിൽക്കാം. എല്ലാവിധമായ ആശംസകളും നേരുന്നു. പ്രിയ നിഖില ആർ നായർക്ക് എല്ലാവിധമായ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ പ്രധാന ആകർഷണമായ അഖില ആർ നായർ, വേദിയിൽ അവസരിക്കുന്ന വിശിഷ്ടാംഗങ്ങളെ, ജലാശയമുള്ള എല്ലാ ഭാഗങ്ങളിലും, നദികളുള്ള എല്ലാ സ്ഥലങ്ങളിലും ജലോത്സവം ഉത്സവമായി കൊണ്ടാടുന്ന ഈ സമയത്ത് നദികളും ജലാശയങ്ങളും ഇല്ലാത്ത പ്രക്കാനത്തിന് ഒരു ഉത്സവമായി ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച്, ഇവിടുത്തെ ചെറുപ്പക്കാർ ആത്മാർത്ഥതയോടുകൂടി കൂടുതൽ കൊടുത്ത ഒരു വലിയ ഉത്സവമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വടംവലി മത്സരം. ഇത് ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. ഇത് ഈ ഗ്രാമത്തിൻ്റെ വിജയമാണ്, ഒത്തൊരുമയുടെ ഏറ്റവും വലിയ തെളിവാണ്. അതിന് മുൻകൈയെടുത്ത് ഇത്രമാത്രം വിജയിപ്പിക്കുന്ന ഈ നാട്ടിലെ ആപാലവൃത്ത ജനങ്ങളെയും പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരെയും അനുമോദിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യം നൽകുന്നത് എല്ലാവരും കൊച്ചുമിടുക്കി എന്ന് പറഞ്ഞ നിഖില ആർ നായരെയാണ്. എന്നാൽ കൊച്ചുമിടുക്കി എന്ന വാക്കിന് അല്ല അർഹ. അത് വലിയ മിടുക്കിയാണ്. രൂപത്തിലും ഭാവത്തിലും ശരീരഘടനയിലും ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അതിൻ്റെ ബുദ്ധിയും അതിൻ്റെ നേട്ടങ്ങളും വലിയതാണ്. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷനിൽ 41ാം ഭാഗം എന്ന് പറയുന്നത് നമുക്കൊക്കെ സ്വപ്നം കാണാൻ കഴിയാത്തതിനുള്ള ഒരു വലിയ വിജയമാണ്. അതോടൊപ്പം സംസ്ഥാനത്തെയും ഏറ്റവും മെച്ചപ്പെട്ട വിജയം, ഈ ജില്ലയിലെ 1ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് ഒരു വലിയ മിടുക്കിയുടെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങി ദൈവം അനുഗ്രഹിച്ചു നൽകിയ ബുദ്ധിയുടെ അതിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ആ കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിജയങ്ങളും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് ഈ വടംവലി മത്സരം
കേരള തലത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ മത്സരം ഒരു വൻ വിജയമാക്കിയ പ്രിയങ്കരായ പ്രക്കാമൻ നിവാസികളോട്, ഇവിടുത്തെ ഈ ചെറുപ്പക്കാരോട്, ഈ നാട്ടിലെ ആപകർഷങ്ങളോട് അവരുടെ അഭിമാനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാപ്രതിഭയും അധ്യാപക ശ്രേഷ്ഠനും അവാർഡ് ജേതാവുമായ ശ്രീ രാജേഷ് കെ പുതുമനെയും ഉപഹാര സമർപ്പണത്തിനായി ക്ഷണിച്ചു. ബഹുമാന്യായ യോഗ അധ്യക്ഷ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സഹോദരികൾ, ഓണം ഉത്രട്ടാതി ജലോത്സവത്തോടെ ഈ ആണ്ടിൽ കേരളത്തിനോട് വിട പറയുകയാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എ ബാച്ചിലും ബി ബാച്ചിലും മാരാമൺ വള്ളവും പോറ്റാത്തോൾ വള്ളവും മണ്ണൻ ട്രോഫി നേടി സന്തോഷത്തോടെ അവരുടെ കരകളിലേക്ക് പോയി. അവിടെ കണ്ട ജലോത്സവത്തിൽ കണ്ടതിന്റെ 10 മടങ്ങ് സന്തോഷം ഇവിടെ കാണുകയാണ്. മാവേലി വരുന്നു എന്ന് പറയുന്ന വാക്കിന്റെ പ്രയോഗം ഇവിടെ 100% ശരിയായിരിക്കുകയാണ്. മഹാബലി എന്ന് പറയുന്ന പേര് നമ്മൾ ലോപിച്ച് മാവേലി എന്ന് പറയുന്നു. ഓണത്തിന്റെ മുഴുവൻ അർത്ഥവും ആ വാക്കിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാ എന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം അരുത് എന്നാണ്. മാ നിഷാദ, അരുത് കാട്ടാള എന്നാണ് വാൽമീകി ആദ്യമായി പാടിയത്. അപ്പൊ മാ എന്ന് പറയുന്ന സംസ്കൃത ധാതു അരുത് എന്നർത്ഥം തരുന്നെങ്കിൽ ആ മാ അധികം വേലി, നമ്മൾ തമ്മിൽ യാതൊരു വേലികളും അരുത്, യാതൊരു വിധമായ അതിർത്തികളും അരുത്. സ്ഥലത്തിന്റെയും തരത്തിന്റെയും സമ്പത്തിന്റെയും സമ്പാദ്യത്തിന്റെയും മതജാതി വർഗവർണ്ണ വ്യത്യാസങ്ങളുടെ ഒന്നും ഒരു വേലിയും മനുഷ്യർ തമ്മിൽ ഉണ്ടാവരുത്. മാ വേലി. ഞാൻ താമസിക്കുന്നതിന് ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചാലമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. ഒരു ദിവസം ഒരു പകൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന മത്സരമാണ്. അതിന്റെ അതേ ആവർത്തനമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഓണം മഹോത്സവത്തിന് പൂന്തിങ്ങളിന് തേന്മണം കൂടി വന്നാൽ എന്നതുപോലെ ഒരു വലിയ അവാർഡ് ദാനത്തിന്റെ സൗന്ദര്യവും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ പെൺകുട്ടി, ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പട്ടണ പ്രദേശങ്ങളിലുള്ളവർ LKG ക്ലാസ് മുതൽ എൻട്രൻസ് പരിശീലനം നടത്തുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഒരു ഗ്രാമത്തിന്റെ സൗഭാഗ്യങ്ങൾ മാത്രം അറിഞ്ഞ് വളർന്ന ഒരു പെൺകുട്ടി അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രക്കാനം ഗ്രാമത്തിന് സ്വന്തമായി ലളിത ജീവിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറെ ലഭിക്കുകയാണ്. അതൊരു ഗ്രാമത്തിന്റെ വലിയ ഭാഗ്യമാണ്. ഈ ഒരു ഗ്രാമത്തിന് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രതിഭയായ ഒരു ഡോക്ടറെ ലഭിക്കുന്നു, നിഖില. ആ നിഖിലയ്ക്ക് അനുമോദനം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ഓണ മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതിന്റെ ശരിയെ വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ച് അറിയുകയാണ്. വളരെ മനോഹരമായ ചടങ്ങ് ഫൈനലും സെമി ഫൈനലും നടക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നിഖിലയ്ക്ക് ഞാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഈ സമ്മാനം നൽകുകയാണ്. നിഖിലയോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുള്ളത്, ക്ലാസ് തുടങ്ങിയോ? ഇല്ലല്ലോ, തുടങ്ങി. ഈ ക്ലാസ് തുടങ്ങി ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുന്നോടിയായി ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുപിള്ളയുടെ മരുന്ന് ഒന്ന് വായിക്കണം. വെബ്സൈറ്റിൽ നിന്നും ഡോക്ടർ ശാന്ത എന്ന ലോകപ്രസിദ്ധിയായ ക്യാൻസർ ഡോക്ടറുടെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ ജി ഗംഗാധരൻ, അദ്ദേഹത്തിന്റെ ചികിത്സ അനുഭവങ്ങളുടെ പുസ്തകമുണ്ട്, അതൊന്ന് വായിക്കണം. ഈ ബുക്കുകളിൽ കൂടി എല്ലാം കടന്നു പോകുമ്പോൾ ആരാണ് ഒരു ശരിയായ ഡോക്ടർ, ഒരു ഡോക്ടർ എങ്ങനെ രൂപപ്പെടണമെന്നുള്ള അളവില്ലാത്ത ഒരു മോട്ടിവേഷൻ നമ്മളിൽ നിറയും. ആ നിറവ് ഇവിടുത്തെ സർവ്വസാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമായി ചികിത്സിക്കാനും പെരുമാറാനും കഴിയുന്ന ഒരു ഡോക്ടറാക്കി നിഖിലയെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് സർവേശ്വരൻ സർവ്വവിധമായ അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ചടങ്ങ് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു അനുമോദന ചടങ്ങ് ഒരു ഓഡിറ്റോറിയത്തിലോ സ്കൂൾ ഹാളിലോ വെച്ചാൽ ഈ ഒരുമയും സ്വരുമയും തനിമയും കിട്ടില്ല. വടംവലിക്ക് ഒരുപാട് പേർ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പെൺകുഞ്ഞിന് നൽകുന്ന ഈ ഒരു അനുമോദനത്തിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ തട്ടും തടവും ഒന്നുമില്ലാതെ ഇത്രയും പേർ ഒത്തുചേർന്ന് നിൽക്കുന്നത് ഈ കടവരാന്തയിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് കൊണ്ടാണ്. ഇതൊരു ജനകീയ ചടങ്ങായി മാറ്റിയ മുഴുവൻ സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇവിടെ വന്ന് 2 വാക്ക് പറയാനും
വളരെ നിസ്സാരനായ ഒരു ആളിനെ കൊണ്ട് ഇത്രയും പ്രഗത്ഭമതിയായ ഒരാളിന് ഉപകാരം കൊടുക്കുവാൻ ഇതിന്റെ പ്രവർത്തകരെടുത്ത തീരുമാനത്തിന് വിനയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ആ ഉപഹാരം സഹർഷം സാഭിമാനം നിഖിലയ്ക്ക് സമ്മാനിക്കുകയാണ്. പ്രക്കാരം പൗരാവലി ഈ മൊമന്റോയിൽ എഴുതി ചേർത്തിരിക്കുന്ന വാചകങ്ങൾ ഞാൻ ഉറക്കെ ഒന്ന് വായിക്കുകയാണ്. അനുമോദനങ്ങൾ. ഇക്കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 41-ാം റാങ്കും സംസ്ഥാന തലത്തിൽ 8-ാം റാങ്കും പത്തനംതിട്ട ജില്ലയിൽ 1-ാം റാങ്കും നേടി പ്രക്കാനം ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയ രമ്യ സദനത്തിൽ ശ്രീ പി രാജേന്ദ്രന്റെയും ശ്രീമതി ഗീതാ രാജേന്ദ്രന്റെയും മകൾ നിഖില ആർ നായർക്ക് പ്രക്കാനം ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരുടെയും സ്നേഹാദരങ്ങൾ പ്രക്കാനം പൗരാലിയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. അനുമോദനങ്ങളോടെ പൗരാലി പ്രക്കാനം. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രക്കാനത്തിന്റെ അഭിമാനമായി മാറിയ കൊച്ചു വലിയ മിടുക്കിയെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എന്റെ നമസ്കാരം. ആദ്യമായി ഇത്രയും വലിയൊരു വടംവലി മത്സരം ഇവിടെ സംഘടിപ്പിച്ച പ്രക്കാനം പൗരാവലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു അനുമോദന യോഗം ഇവിടെ സംഘടിപ്പിച്ച പൗരാവലിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും ഈ നാട്ടിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ഈ ഒരു രംഗത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനെ ഞാൻ ക്ഷണിച്ചു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങൾക്കും ഇവിടെ കൂടിയ വിശിഷ്ടാതിഥികൾക്കും ഈ അവാർഡ് ഏറ്റുവാങ്ങിയ നിഖില മോൾക്കും ഒക്കെ നന്ദി പറയുന്നത് ഒരു അധികപ്പറ്റായി പോകുന്നത് കൊണ്ട് ഞാൻ ആർക്കും നന്ദി പറയുന്നില്ല. ഈ കൂട്ടായ്മ വരും വർഷങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, 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 ഒരാളും നന്ദി. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. മത്സരങ്ങൾ തുടങ്ങും. ആ പറയുന്ന മത്സരങ്ങളിലേക്ക് നാം കടന്നു കഴിഞ്ഞു. അനുവശമായി ഈ മത്സരത്തിൽ നല്ല മത്സരമായിരുന്നു. ഈ പ്രകാരം പ്രദേശത്തിൽ ഉത്സവമായി ചിന്തകളെ കഴിയുന്നതാണ്. അവസാനം